ഇലക്ഷന് മുന്നേ തന്നെ, അതായത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന പോലെ UDF കൊല്ലത്ത് ഒരു ഏറ് എറിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായ അവസ്ഥയിലാണ്. 11 മണ്ഡലങ്ങളുള്ള കൊല്ലം ജില്ലയിൽ 10 എണ്ണമെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കണമെന്നാണ് മുഖ്യമന്ത്രി കൊല്ലത്ത് വന്നപ്പോൾ ഇടതുമുന്നണി നേതാക്കളോടല്ല CPM നേതാക്കളോട് പറഞ്ഞിട്ട് പോയത്. പത്തനംതിട്ടയിൽ അദ്ദേഹം പോയി പറഞ്ഞത് ആരും ഒറ്റുകൊടുക്കരുത്, കാലുവാരരുത്, ഘടക കക്ഷികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ പോലും പാർട്ടി ആളുകളാണ് മത്സരിക്കുന്നത് എന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം, വിജയം ഉറപ്പാക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ട് പോയത്. കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം തന്നെ ഇടതുമുന്നണി പ്രവർത്തകരുടെ ഭവന സന്ദർശനം, അതൊക്കെ മുറ പോലെ നടന്നു. ഇവിടെ കോൺഗ്രസുകാർ കഴിഞ്ഞ ദിവസം അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായി എന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവരുടെ കരുനാഗപ്പള്ളി മണ്ഡലം, കരുനാഗപ്പള്ളിയിലാണ് CPM ആകെ തകർച്ച നേരിടുന്ന ഒരു മണ്ഡലം. അവിടെ CR മഹേഷ് എന്ന MLA ആണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA. CR മഹേഷ് തന്നെ കരുനാഗപ്പള്ളിയിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് കോൺഗ്രസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവിടെ CPM കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയും ഇതൊക്കെ കൊണ്ട് തന്നെ CPM-ന് പ്രതീക്ഷ, ഒരു 50% മാത്രം പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് കരുനാഗപ്പള്ളി. അവിടെ CR മഹേഷാണ് UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് ഏകദേശ ധാരണയല്ല, അത് ഉറച്ച സീറ്റാണ് CR മഹേഷിന്. അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കും. അടുത്ത കരുനാഗപ്പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ഇന്നലെ കിളിർത്ത തകരയാണ് UDF-ന്. കാരണം CPM-ല് 15 വർഷത്തോളം MLA ആയിരുന്നു, 3 തവണ MLA ആയിരുന്ന സ്ത്രീയാണ്. അവര് കോൺഗ്രസിലോട്ട് കൂറുമാറി. അപ്പോൾ കോൺഗ്രസ് അവർക്ക് കൊട്ടാരക്കര സീറ്റ് ഐഷ പോറ്റിക്ക് അവർക്ക് തന്നെ നൽകുമെന്ന് ധാരണയായിട്ടുണ്ട്. കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ കുണ്ടറയിൽ സിറ്റിംഗ് MLA PC വിഷ്ണുനാഥ് തന്നെ മത്സരിക്കും. അവിടെ ഒരു പക്ഷേ എങ്കിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മറ്റൊരു പുതിയ സ്ഥാനാർത്ഥി വന്നുകൂടാ എന്നുമില്ല CPM-ന് വേണ്ടി. അതുപോലെ കരുനാഗപ്പള്ളി ഞാൻ പറഞ്ഞു, കൊട്ടാരക്കര പറഞ്ഞു, കുണ്ടറ പറഞ്ഞു. ഇനി കുന്നത്തൂരിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. അവിടെ ഒരു പക്ഷേ എങ്കിൽ RSP തന്നെ മത്സരിക്കും. ഇരവിപുരവും RSPയുടെ സീറ്റാണ് കുന്നത്തൂരിലും ഇരവിപുരത്തും. അതുപോലെ ചവറയിലുമാണ് RSP സീറ്റുകളുള്ളത്. കുന്നത്തൂരിൽ ആളെ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഇരവിപുരത്ത് പുതുമുഖം വരുമെന്നാണ് പറയുന്നത്. പുതുമുഖം എന്നാൽ ഏറെക്കുറെ ഉറപ്പാണ്. NK പ്രേമചന്ദ്രന്റെ മകൻ ഇപ്പോൾ അവരുടെ RSPയുടെ യുവജന വിഭാഗത്തിലൊക്കെ ശക്തമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹമായിരിക്കാം, NK പ്രേമചന്ദ്രൻ MP-യുടെ മകനായിരിക്കാം ഇരവിപുരത്ത് UDF-ന്റെ മുഖമായി എത്തുക എന്ന സന്ദേഹമല്ല, ഏറെക്കുറെ അത് ഉറപ്പായിട്ടും ഉണ്ട് എന്നതാണ്. ചവറയിൽ പാർട്ടിയുടെ അനിഷേധ്യ നേതാവ് ഷിബു ബേബി ജോൺ തന്നെയാകും ഇക്കുറിയും മത്സരത്തിന് ഇറങ്ങുക. ഷിബു ബേബി ജോൺ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ എടുത്തപ്പോൾ കുറേയധികം പ്രസ്താവനകളുമായിട്ടൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രി P രാജീവിനെ വെല്ലുവിളിച്ചുകൊണ്ട്. കാരണം ഇപ്പോ P രാജീവും സംഘവും വിദേശത്ത് പോയി കുറെ കരാറുകളൊക്കെ ഒപ്പിട്ടു. അവിടെ പോയപ്പോൾ വൈറ്റ് ബാഡ്ജ് ഉണ്ടായിരുന്നു, അല്ല വെറുതെ പോയിട്ട് തിരിച്ചു വന്നതാണോ എന്നൊക്കെ ചോദിച്ച് ഷിബു ബേബി ജോൺ രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണേഷ് കുമാറിന്റെ സോളാർ വിവാദത്തിലും ഷിബു ബേബി ജോൺ ഒരു കൈ ശ്രമിച്ചിട്ടുണ്ട് ഒന്ന് ഇടപെടാൻ. അങ്ങനെ ഷിബു ബേബി ജോണിന്റെ വാർത്തകളും കൊല്ലം ജില്ലയിലെ പത്രങ്ങളിലൊക്കെ കാര്യമായി വരുന്നുണ്ട്. ഷിബു ബേബി ജോൺ ചവറയിൽ വീണ്ടും ജനവിധി തേടും. അതുപോലെ തന്നെ ഉള്ളത് പുനലൂര്, പിന്നെ കൊല്ലം, ചടയമംഗലം മണ്ഡലങ്ങളാണ്. പുനലൂര് ലീഗിന്റെ മണ്ഡലമാണ്. ലീഗിൽ നിന്ന് കോൺഗ്രസ് ആ മണ്ഡലം തിരിച്ചെടുത്തിട്ട് പകരം ചടയമംഗലം കൊടുക്കണമെന്നാണ് ലീഗിന്റെ ആഗ്രഹം. ചടയമംഗലം കിട്ടുകയാണെങ്കിൽ സുജാ ചന്ദ്രബാബു ഇപ്പോ CPM-ൽ നിന്ന് അടർന്നു മാറി ലീഗിൽ ചേർന്ന നേതാവാണ് സുജാ ചന്ദ്രബാബു പഞ്ചായത്ത് പ്രസിഡന്റായി ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ. അതുകൊണ്ട് ചടയമംഗലത്ത് സീറ്റ് കിട്ടുകയാണെങ്കിൽ സുജാ ചന്ദ്രബാബുവിനെ നിർത്തി വിജയിപ്പിക്കാനാകുമെന്ന ഒരു പ്രതീക്ഷ UDF-നുണ്ട്. അതുകൊണ്ട് പുനലൂർ, ചടയമംഗലം വച്ചുമാറുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് ആരെ നിർത്തണം എന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല. മുകേഷാണ് സിറ്റിംഗ് MLA. മുകേഷിന് ഇനി സീറ്റ് ലഭിക്കുമോ എന്ന കാര്യത്തിലും തർക്കമുണ്ട്. കാരണം മുകേഷ് നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചുവെങ്കിലും 2-3 അനിഷ്ട സംഭവങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഒന്ന് ചില സ്ത്രീ പീഡന കേസുകൾ, അങ്ങനെയൊക്കെ ഉള്ള പീഡന കേസുകളൊക്കെ വന്നുകൊണ്ട് മുകേഷ് ഇനി മത്സരിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഇനിയുള്ളത് പത്തനാപുരം, ചാത്തന്നൂർ മണ്ഡലം. ചാത്തന്നൂർ CPI-യുടെ സിറ്റിംഗ് MLA കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്. പക്ഷെ അവിടെ BJP ശക്തമാണ്. ഗോപകുമാർ.
അപ്പോൾ BJP-യുടെ ശക്തമായ എന്താണ് ഒരു പ്രതിരോധം അവിടെ ഉണ്ടാകും. അവിടെയും ആരെ നിർത്തണമെന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരെ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന ധാരണ ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ UDF-ന്റെ കൊല്ലം ജില്ലയിലെ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണെന്ന് ഏകദേശ ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. ഒന്ന് PC വിഷ്ണുനാഥ്, CR മകേഷ്, അതുപോലെ ഐഷ പോറ്റി, സുജ ചന്ദ്രബാബു, പിന്നെ വരുന്നത് ഷിബു ബേബി ജോൺ, പിന്നെ NK പ്രേമചന്ദ്രന്റെ മകൻ. ഇങ്ങനെയുള്ള കുറെ ആളുകളുടെ മുഖമാണ്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയുണ്ട്, അതുപോലെ മറ്റ് നേതാക്കളുണ്ട്, രാജേന്ദ്ര പ്രസാദ് ഉണ്ട്. അവർക്കൊക്കെ എവിടെയാണ് സീറ്റ് കൊടുക്കുക എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ധാരണയായിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. UDF കൊല്ലം പിടിക്കുകയാണെങ്കിൽ, UDF ഇടതുമുന്നണിയുടെ കോട്ടയായ കൊല്ലത്ത് ഇവർ ഇപ്പോൾ പ്രഖ്യാപിച്ച ആളുകളൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നു. ആ തന്ത്രം വിജയിക്കുകയാണെങ്കിൽ കേരളം ഇടതുമുന്നണിക്ക് കൈവിട്ടു പോകും എന്നതിൽ തർക്കമില്ല.